ഇന്ത്യക്കാര് കണ്ടല്ലോ, ജപ്പാനുകാര് കണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ ചെറുപ്പക്കാരാ നമുക്ക് മുഴുവൻ കാണാനുണ്ടല്ലോ, നമ്മുടെ കൊച്ചു മക്കൾക്ക് പോലും നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. മനുഷ്യാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇതൊക്കെയാണ് അല്ലാഹ് പറഞ്ഞത് കേട്ടോ. വസദഖൽ മുർസലൂൻ, അമ്പിയാക്കൾ സത്യം പറഞ്ഞവരാണ് കേട്ടോ. അവര് നേരം വെളുത്തവരാണ്, അവര് കാര്യം തിരിഞ്ഞവരാണ്, അവര് ഉത്ബുദ്ധരാണ്, അവര് വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അവരെ ഒന്ന് സ്നേഹിക്കണേ, ഉൾക്കൊള്ളണേ, അനുസരിക്കണേ, കാതുകെടുക്കണേ. അനുകരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് അതാ പറഞ്ഞു, നരകമെന്ന് പറയുന്ന മഹാദുരിതം, ആ ദുരിതം കണ്ണഞ്ചിപ്പിക്കുന്ന ഭൗതിക താൽപര്യങ്ങളായി കോലം മറിഞ്ഞ് ഇഹലോകത്ത് നിങ്ങളെ ചതിയിൽപ്പെടുത്തുന്നു. പുതുമഴ പെയ്താൽ പിറ്റേ മണിക്കൂറിലല്ലെങ്കിൽ പിറ്റേ ദിവസം വല്ലാത്തൊരു ഈയാമ്പാറ്റകളുടെ സാന്നിധ്യം നിങ്ങൾ അറിയാറില്ലേ? ആ ഈയാമ്പാറ്റകളെ നശിപ്പിക്കാൻ വേണ്ടി ആരോ അപ്പുറത്ത് ഓല കൂട്ടിയിട്ട് തീ കൊടുത്തു. തീയാണ് അത്. കാണുമ്പോ പാറ്റകളെല്ലാം കൂടി പാറി വരികയാണ്. തീ കാണാൻ എന്തൊരു സൗന്ദര്യമാണ്! വെറും സൗന്ദര്യമല്ല, കൊല്ലുന്ന സൗന്ദര്യം തന്നെ. ആ ഈയാമ്പാറ്റകൾ അടുത്തെത്തുമ്പോഴേക്ക് ചിറക് കരിഞ്ഞൊരു പക്ഷേ നിലത്ത് വീണു. ആ നിലത്ത് വീണതിനെ മുഴുവനും ഉറുമ്പും കാക്കയും കൊത്തിയെടുത്തു. വേറെ ചിലത് ചിറകരിഞ്ഞ് കരിഞ്ഞു വീണ് തീയിൽ തന്നെ വീണു. ആ നിമിഷം വെന്തു മലർന്നുപോയി. ആ ഈയാമ്പാറ്റകൾ കൂട്ടത്തോടെ വന്നിട്ട് നരകത്തിൽ വീണ് ചാകുമ്പോൾ, അഗ്നിജ്വാലകളിൽ വീണ് ഹോമിക്കപ്പെടുമ്പോ കണ്ടില്ലേ ഒരു പാവം മനുഷ്യൻ? ആ മനുഷ്യൻ ഒറ്റ മുണ്ടും ഉടുത്തിട്ട് ആ മനുഷ്യൻ ഒരു തൂവാല ഇങ്ങനെ വീശുന്നു. ആ തൂവാല വീശിയിട്ട് അയാള് പാറ്റകളെ മുഴുവനും രക്ഷപ്പെടുത്തുന്നു. കരളെ പോയി ചാടല്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വലിയൊരു വസ്ത്രം വീശിയിട്ട് ഈയാമ്പാറ്റകളെ ഓടിച്ചു വിടുകയാണ്. അയാൾക്ക് കരിയും പുകയും, പക്ഷേ മൂപ്പരത് മൈൻഡ് ചെയ്യുന്നില്ല. അയാൾക്ക് ചൂടും വിയർപ്പും, അയാളത് തീരെ ഗൗനിക്കുന്നില്ല. ആ മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇഹലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മോഹങ്ങളും താൽപര്യങ്ങളും, വ്യഭിചരിക്കാനൊരു കൂട്ടര്, കള്ളുകുടിക്കാനൊരു കൂട്ടര്, തല്ലുകൂടാനൊരു കൂട്ടര്, മോഷ്ടിക്കാൻ വേറൊരു കൂട്ടര്, ഗീബത്തും നമീമത്തും പറയാൻ വേറൊരു കൂട്ടര്. ആ ആളുകളൊക്കെ അതൊക്കെ ചെയ്ത് നരകത്തിലേക്ക് ചാടി വീഴുമ്പോ പോകല്ലാന്ന് പറഞ്ഞു പിടിച്ചു മാറ്റുന്ന ആ ആൾ ഞാനാണ് കേട്ടോ. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ, നരകത്തിൽ വീഴുന്നവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരകത്തിൽ വീണവരെ നാളെ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം കിടന്ന് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ അതിന് വന്നയാളാണ് ഞാൻ എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അനലഹ, എനിക്കതറിയാം. അനലഹ, ഞാൻ ഇറങ്ങിയാൽ അത് നടക്കും. അനലഹ, എനിക്കത് നന്നായി അറിയാമല്ലോ. ഞാൻ അതിന് വന്നതാണല്ലോ, ഞാൻ അതിന് പറ്റുമല്ലോ, എന്നെ കൊണ്ടേ അതിന് സാധിക്കൂ. ഇതൊക്കെ അർത്ഥം വെക്കാവുന്ന പദങ്ങളാണ്. അനലഹ, ഞാന് അതിന്റെ ആളാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഹബ്ബത്ത് കൊണ്ട്, ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു അവിടെ രക്ഷ നൽകുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. മാതൃഭൂമിയിൽ ഒരു വാർത്ത, നരകം കണ്ടെത്തി. നരകം എന്ന് എഴുതി പിടിപ്പിച്ച വാക്കിന്റെ മുകളിൽ അപ്പുറത്തുപ്പുറത്ത് ഓരോ കോമ. മാതൃഭൂമിയുടെ വാർത്തയാണ്, നരകം കണ്ടെത്തി. അന്നത്തെ ദിവസം മനോരമയിലെ വാർത്ത, നരക സമാനമായ ഗോളം കണ്ടെത്തി. എന്തായിരുന്നാലും ഒരു ഗോളം, വാതകങ്ങൾ മാത്രം കത്തിക്കൊണ്ടിരിക്കുന്നു, വേറൊന്നുമില്ല. ആ ഗോളത്തിന് ലോകം പേരിട്ടു കെപ്സർ 78b. നരകം കണ്ടെത്തി. മാതൃഭൂമിയുടെ വാർത്തയാണ്. നരക സമാനമായ ഗോളം കണ്ടെത്തി, മനോരമയുടെ വാർത്തയാണ്. ഒരുപക്ഷെ അതാണ്
അല്ലെങ്കിൽ അതല്ല, അത് അള്ളാഹു കാണിച്ചു തന്നു. സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം. അത് മാത്രമല്ല, പലതും ഉണ്ടാവാം. ഇല്ല എന്ന് പറയാൻ ലോകത്തൊരു കുട്ടിക്ക് സാധിക്കില്ല. അള്ളാഹു പടച്ചു വെച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കാത്ത് സംഭവം ഹാജരുണ്ട് എന്ന് നരകത്തെപ്പറ്റി ലോകത്തിന് വർണ്ണിച്ചു പറഞ്ഞു തന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണം. ആ നേതാവിനെ നമുക്ക് മിസ്സാകാൻ പാടില്ല, ഒഴിഞ്ഞു പോകാൻ പാടില്ല. ലോകത്താർക്കും മാറ്റിവെക്കാനാവില്ല. സദ്ദാം ഹുസൈനെ ഓർമ്മ വരുന്നു. സദ്ദാം ഹുസൈന് കഴിഞ്ഞുകൂടി, അദ്ദേഹത്തെ പിടികൂടി ബഗ്ദാദിനപ്പുറം തിക്രീത്തിലെ ഒരു ചെറിയ പൊട്ടക്കുഴിയിൽ നിന്ന്. I caught him from his spider hole. ഞാൻ അവന്റെ ചരന്തി മാളത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു എന്ന് ബുഷിന്റെ പ്രസ്താവന. സ്പൈഡർ ഹോൾ, ചരന്തി മാളം. ചരന്തി മാളം ഉണ്ടാക്കാറുണ്ടോ? ലോകത്ത് 5000 സൈസ് ചരന്തികളുണ്ട്. ആ ചരന്തികളൊക്കെയും നെറ്റ്വർക്കിന്റെ ആളുകളാണ്. നെറ്റ്വർക്കാണ് പരിപാടി, വലണ്ടാക്കും. എന്നല്ലാതെ പിറ്റ് വർക്ക്, മാളമുണ്ടാക്കുന്ന ചലന്തി ലോകത്ത് ഇന്നുവരെ അറിയപ്പെട്ടിട്ടില്ല. പക്ഷേ സദ്ദാം ഹുസൈനെ പിടിച്ചപ്പോൾ ബുഷ് പറഞ്ഞു, ഐ കോട്ട് ഹിം ഫ്രം ഹിസ് സ്പൈഡർ ഹോൾ. ഞാൻ അവന്റെ ചലന്തി മാളത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു. എന്തിനാണ് ബുഷ് അങ്ങനെ പറഞ്ഞത്? സദ്ദാമിനെ അവഹേളിക്കുന്നതോടൊപ്പം മുസ്ലിമീങ്ങളെയും കൂടി കളിയാക്കാൻ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സൗർ ഗുഹയിലാണ്. ചലന്തി അവിടെ വല കെട്ടിയതാണ്. പ്രാവ് അവിടെ മുട്ടയിട്ട് കുറുകി നടന്നതാണ്. സംഭവം ചരിത്രമാണ്, ലോകത്തിനറിയാവുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലൽ ഹമാമ വലൽ അൻകബൂത അലാ ഖൈറിൽ ബരിയതി ലം തൻഫുജ് വലം തഹുമി മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സംഭാവനയുമായി നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നറിയാം. അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട്. സഹോദരിമാരൊക്കെ കാര്യമായി തന്നെ സഹകരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ ആ ഒരു ഗുഹയിൽ ചലന്തി അവിടെ അതാ വല കെട്ടിയിരിക്കുന്നു. വസ്സുദ്ഖു ഫിൽ ഗാരി വസ്സുദ്ദീഖു ലം യരീമാ وهم يقولون ما بالغار من أريم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ശത്രുക്കൾ വന്നപ്പോ പറഞ്ഞു, ആ ചലന്തി നോക്കുന്നത് കണ്ടില്ലേ, എത്ര വലിയ ചലന്തിയാണത്. അതൊക്കെ ഇവിടെ താമസാക്കിയിട്ട് കുറെ കാലമായിട്ടുണ്ടാകും. മനുഷ്യന്മാരാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഇത്ര വലിയ വലയും കെട്ടിയിട്ട് ചലന്തി ഇവിടെ കിടക്കുമോ? മറ്റേ മൂലയില് കണ്ടില്ലേ ഒരു പ്രാവ്. ആ പ്രാവ് മുട്ടയിട്ട് അവിടെ അതാ കുറുകുറ ഒച്ചപ്പെടുത്തുന്നു. മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പ്രാവ് ഇങ്ങനെ കിടക്കുമോ? സത്യം എന്നു പേരുള്ള മുഹമ്മദ് മുസ്തഫ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളുന്ന സിദ്ദീഖുൽ അക്ബർ രണ്ടുപേരും ഗുഹയിലുണ്ട്. തെരഞ്ഞു വന്നവർ കാണൂല, അല്ലാഹ് കാണിച്ചു കൊടുക്കൂല. അവരിൽ ആരെങ്കിലും ഒരാൾ കാലിന് ഒരു കൊതുക് കടിച്ചിട്ട് ഒന്ന് താഴോട്ട് നോക്കിയാൽ ഞങ്ങളെ കാണുമായിരുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് പേടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കോളായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, മളന്നുക ബിസ്നൈനില്ലാഹു സാലിസുഹുമാ. മൂന്നാമനായി അല്ലാഹു ഉള്ള ദ്വയാംഗ സംഘം നമ്മൾ രണ്ടുപേർ. എന്താ സിദ്ദീഖേ നിങ്ങൾ വിചാരിച്ചത്? പേടിക്കല്ല എന്ന് പറഞ്ഞ ധൈര്യത്തിന്റെ ആൾരൂപമായ ത്വഹ റസൂലുള്ളാഹി. അതാണ് ഗുഹയിൽ നടന്നത്. പക്ഷേ യൂറോപ്യർക്ക് സദ്ദാമിനെ കൊന്നാ പോരാ,
മുസ്ലിമീങ്ങൾ അവഹേളിക്കണം. അതുകൊണ്ട് തന്നെ വലിയ പെരുന്നാളിന് മൂപ്പരെ ഉദ്ഹിയത്ത് അറുത്തു. കൊന്നിട്ടും മനുഷ്യൻ തീരാഞ്ഞിട്ട് സദ്ദാമിനെ പിടിച്ചിട്ട് സദ്ദാമിനെ മാത്രം കുറ്റപ്പെടുത്തിയാ പോരാ, മുസ്ലിമീങ്ങളെ മുഴുവനും ആക്ഷേപിക്കണം. അതിനുവേണ്ടിയാണ് ബുഷിന്റെ പരിഹാസത്തിന്റെ പേര് സ്പൈഡർ ഹോൾ, ചെലന്തിമാളം. അവൻ ഉദ്ദേശിച്ചത് നബിതങ്ങളെ കൂടിയാണ്. റസൂലുള്ളാഹിനെ കളിയാക്കാൻ പാശ്ചാത്യന്റെ പതിവ് പ്രയോഗമാണ് സ്പൈഡർ ഹോൾ, ചെലന്തിമാളം. സദ്ദാം ഹുസൈനെ പിടികൂടിയിട്ട് തൂക്കിക്കൊന്ന ബുഷ് ബലിപെരുന്നാൾ അതിന് തെരഞ്ഞെടുത്തിട്ടും മനുഷ്യൻ തീരുന്നില്ല. ആ കുറ്റം റസൂലുള്ളാഹിന്റെ പേരിലും വെച്ചുകൊടുത്തിട്ടും ചങ്ങാതിക്ക് പൂതി തീരുന്നില്ലെങ്കിൽ അതാണ് ബുഷ്, അതാണ് ആ ജാതി കമ്പനിയുടെ സംസ്കാരമെങ്കിൽ പാവം സദ്ദാം മാളത്ത് കഴിഞ്ഞതോർക്കുന്നുണ്ടോ? ആ മാളം പോലെ, അതുപോലെ ഒരു എന്ന മാളത്തില് മദീനയിൽ അങ്ങനെ വെറുതെ കിടക്കുകയാണ് മുഹമ്മദ് നബി എന്ന് ബുഷ് കരുതിയതുപോലെ ഇവിടെ ഏതെങ്കിലും മൂശാന്താടിക്കാര് കരുതിയോ? അവര് റസൂലുള്ളാഹിനെ കൊച്ചാക്കിയവരാണ്, അവരാ നബിയിനെ മനസ്സിലാക്കാത്തവരാണ്, അവര് ബുഷിന് പറ്റിയ ആളുകളാണ്. അവര് സിദ്ദീഖുൽ അക്ബറിന്റെ കമ്പനിയല്ല, അവര് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാഇന്റെ കമ്പനിയല്ല, അവര് ഇപ്പറഞ്ഞ ബുഷിന്റെ കമ്പനിയാകാനേ ന്യായമുള്ളൂ. ലോകത്തിന്റെ മുഴുവനും വിവരങ്ങൾ അതാത് സമയത്തെപ്പോഴും എനിക്ക് നൽകുന്ന അല്ലാഹ്, അതാണ് എന്റെ റബ്ബ് എനിക്ക് നൽകിയ സൗകര്യമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. എല്ലാ വിവരവും എനിക്ക് അല്ലാഹു നൽകിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതെ, നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത രണ്ട് ജോലി എന്താണ്? ഒന്നാമത്തെ ജോലി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ സംസ്ഥാപനം. അത് നന്നായി നിർവഹിച്ചിട്ടുണ്ടല്ലോ, 100% നിർവഹിച്ചിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ ജോലി എന്താണ്? സൂറത്ത് മുഹമ്മദിൽ കാണാം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. രണ്ടാമത്തെ ജോലി മുഅ്മിനീങ്ങളെ ദോഷം പൊറുപ്പിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി അല്ലാഹുവോട് മാപ്പ് പറയുക. ഒന്നാമത്തെ ജോലി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നന്നായി നിർവഹിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ പരിപാടി വസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഉമ്മത്തിനു വേണ്ടി റബ്ബിനോട് മാപ്പ് പറയുക, മാപ്പ് പറയുക, മാപ്പ് പറയുക. ആ ജോലി നന്നായി നിർവഹിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആൻ എന്താണ് നിന്നോട് പറഞ്ഞത്? ഖുർആൻ എന്താണ് നമ്മോട് പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, നബിതങ്ങൾ എന്താണ് തരുന്നത് വാങ്ങിവെക്കണേ, വാങ്ങാൻ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് തരാലോ, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാലോ, ഞാൻ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാലോ. അതാണ് എന്റെ ജോലി കേട്ടോ. ഹയാത്തി ഖൈറുൽ ലക്കും, ജീവിതം എനിക്ക് ഖൈറാണ്. മമാത്തി ഖൈറുൽ ലക്കും, വഫാത്തും എന്റേത് നിങ്ങൾക്ക് ഖൈറാണ്. തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളെ സകല അമലും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നുപോയി. ഫഇൻ വജദ്തു ഖൈറാ, ഖൈർ ഞാൻ കാണുമ്പോൾ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനും ലൈക്ക് അടിച്ചു, നിങ്ങൾക്കും ലൈക്ക് അടിച്ചു. വഇൻ വജദ്തു ഖൈറ ദാലിക, നിങ്ങളെന്തെങ്കിലും വേണ്ടാത്തത് ചെയ്യുമ്പോ ഞാൻ വല്ലാതെ വേദനിച്ചെങ്കിലും ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവോട് പൊറുക്കൽ തേടും. എന്റെ കുട്ടികളല്ലേ, എന്നെ തള്ളിക്കളഞ്ഞതല്ലല്ലോ, മണ്ടത്തരം പറ്റിപ്പോയതാണ്. അല്ലാഹുവോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ
നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഒന്നാമത്തെ ജോലി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ജോലി വസ്തഗ്ഫിർ, നിങ്ങൾ മാപ്പ് പറയണേ റബ്ബിനോട്, ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ഇത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്നു ഉറപ്പല്ലേ? 100% ചെയ്യുന്നു ഉറപ്പല്ലേ? അല്ലാഹു പറഞ്ഞു വമാ ആതാകുമുർ റസൂലു, റസൂൽ എന്താണ് നിങ്ങൾക്ക് വെച്ചു നീട്ടുന്നത്, ഫഹൂഹു, വാങ്ങണേ, സ്വീകരിക്കണേ, ഇച്ചുമാണ്ട എന്ന് പറഞ്ഞാൽ അതിലും കടുത്ത മൂരാച്ചിത്തരമുണ്ടോ? അതിലും വലിയ ഇൽമു ഉണ്ടോ? ഇമ്മാതിരി ആയി പോകാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഉറക്കെ പറയണം, ഉറക്കെ ചൊല്ലണം. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദു ലാ തഅഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തെങ്കിലും അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയെ ഞങ്ങൾ മറന്നിട്ടില്ല, വിട്ടിട്ടില്ല. അങ്ങയെ ഞങ്ങൾ ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല, തങ്ങൾ പറയുന്നില്ല. ഓരോരോ നേരങ്ങളിൽ ഞങ്ങൾക്ക് പറ്റിപ്പോകുന്ന മണ്ടത്തരമാണ്. ഞങ്ങൾ അങ്ങയോട് വന്നിതാ വലാതി പറയുന്നു, പടച്ചതമ്പുരാനോട് ഞങ്ങൾ കുറ്റമേറ്റു പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അങ്ങയോട് വിനയത്തോട് അപേക്ഷിക്കുന്നു. ഇത് മുഅ്മിൻ പറയാതെ എങ്ങനെ രക്ഷപ്പെടും? വികസനത്തിന്റെ ലാസ്റ്റ് ബസ്സാണിത്. ഈ ബസ്സും മിസ്സായാൽ പിന്നെങ്ങനെ രക്ഷപ്പെടും? പിന്നെന്താണ് കണ്ടുവച്ചിട്ടുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മീലാദ് മാസത്തിൽ മദ്ഹ് പറയാൻ നേരം കിട്ടണം, സ്വലാത്ത് ചൊല്ലാൻ നേരം കിട്ടണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്നേഹ സാമ്രാജ്യത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ക്രിസ്തുവർഷം 632 ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സദീഖുൽ അക്ബർ അപ്പോൾ അവിടെ ഇല്ല. ഒരുപാട് സ്ത്രീജനങ്ങൾ നബിതങ്ങൾക്കൊപ്പമുണ്ട്. അവർക്കെന്തെങ്കിലും സ്വകാര്യം വേണമെങ്കിൽ ആവട്ടെ. സദീഖുൽ അക്ബർ തങ്ങളൊന്ന് മാറി നിന്നതാണ്. 1 മണിക്കൂർ നേരത്തേക്ക് ഞാനൊന്ന് ഭാര്യ വീട്ടിൽ പോയി വരാം. മദീനയ്ക്കപ്പുറം സനഹ്, അവിടെയാണ് ഭാര്യ വീട്. അവിടെ പോയി വന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തിരിച്ചു വന്നപ്പോൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു, വറസൂലുള്ളാഹി മുസജ്ജം ഫീ കഫനിഹി, അല്ലാഹുവിന്റെ ഹബീബ് കഫൻ പുടവയിൽ അവിടെ തുമന്ദഹാസവുമായി കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെ ചൊല്ലിയ വരികൾ, യലൈതനി മിൻ ഖബ്ലി മഹ്ലികി സാഹിബി ഉരീതു ഫി ജദത്തിൻ അലയ്യ സുഹൂറു. എന്റെ ആത്മമിത്രമേ, എന്നെ ഇട്ടേച്ചു പോയല്ലോ. അവിടുന്ന് മരിക്കുന്ന വഫാത്താകുന്നതിന് മുമ്പ് ഈ അബൂബക്കർ അങ്ങ് മരിച്ചിട്ട് അബൂബക്കർ ഖബറിൽ പോയി. വലിയ പാറക്കല്ലുകൾക്കടിയിൽ അബൂബക്കർ ആയിപ്പോയി. അതായിരുന്നു കുറച്ചുകൂടി ഭേദം. യലൈതനി മിൻ ഖബ്ലി മഹ്ലികി സാഹിബി ഉരീതു ഫി ജദത്തിൻ അലയ്യ സുഹൂറു. വരികളും കണ്ണീരുമായി പാഞ്ഞു വരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ആ മുഖത്ത് 3 തവണ ചുംബനം കൊടുത്തുകൊണ്ട് അവിടുന്ന് പറയുന്ന വരികൾ എന്താണ്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മാസ്റ്റർപീസ് ഗ്രന്ഥമാകുന്ന ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തി, യാ റസൂലല്ലാഹ് ഫിദാക ബി വഉമ്മി യാ റസൂലല്ലാഹ് മുത്ത അമ്മൽ മൗതത്തല്ലതി ഖദ്ദറല്ലാഹു ലക ഫഖദ് മുത്തഹാ യാ റസൂലല്ലാഹ് طبت حيا وميتا يا رسول الله اذكرنا عند ربك يا رسول الله
വൽനകുൻ ബിബാലിക യാ റസൂലല്ലാഹ്. സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണീര് തോരുന്നില്ല. ആ മഹാൻ പറയുന്നു, നബിയെ അങ്ങ് വഫാത്തായല്ലോ, പറഞ്ഞു പറഞ്ഞു കാത്തിരുന്ന വഫാത്ത് അങ്ങേക്ക് വന്നല്ലോ. ആ വഫാത്തിന്റെ കഫൻ പുടവയിലും അങ്ങേക്ക് എന്തോ ഒരു സുഗന്ധമാണ് നബിയെ, എന്തോ ഒരു സൗന്ദര്യമാണ് നബിയെ. അങ്ങയുടെ വഫാത്തിനു പകരം ഞങ്ങൾ ആരെങ്കിലും തലവെച്ചു കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചു കൊള്ളാമായിരുന്നല്ലോ. ഞങ്ങൾ ഉപ്പമാരെയും ഉമ്മമാരെയും പകരം കൊടുത്തു കൊള്ളാമായിരുന്നല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പറയുന്നത് ശിർക്കാകുമോ? ഈ നിലവിളികളൊക്കെ പാപമാകുമോ? സിദ്ദീഖുൽ അക്ബറിന് ആരും തൗഹീദ് പഠിപ്പിക്കരുത്. ആ മഹാനുഭാവനെ ആരും തിരുത്താൻ വരരുത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പിന്നെ പറയുന്നത്, ഉദ്കുറുനാ ഇൻദ റബ്ബിക, റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം പറഞ്ഞ് കഴിച്ചിലാക്കി തരണേ നബിയേ. വൽനകുൻ ബിബാലിക, അങ്ങയുടെ ഓർമ്മയിൽ ഞങ്ങൾക്കെന്നും ഒരിടം തരണേ നബിയേ. വഫാത്തായി കിടക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ അടുത്ത് വന്നിട്ട്, ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് ആൻഡ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണിത്, ഏറ്റവും ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണിത്. ഇതിലും വലിയൊരു മുവഹിദ് ലോകത്തില്ല, ഇതിലും വലിയൊരു മുഅ്മിൻ ലോകത്തില്ല. അമ്പിയാക്കളല്ലാത്ത മുഴുവൻ ആളുകളുടെയും ഈമാനും തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും ഈമാനിന് പകരം ഇപ്പുറത്തെ തട്ടില് സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാണ് വെച്ചു കൊടുക്കുന്നതെങ്കിൽ ലറജഹത്ത് കഫത്തു ഈമാനി അബീ ബക്രിൻ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മൂപ്പര തട്ടിലാണ് തൂക്കം കൂടുക. ആ മുവഹിദ്, ആ മുഅ്മിന്, ആ മുത്തബിഉ പറഞ്ഞ വാക്ക് കേട്ടോളൂ, ഉദ്കുർനാ ഇൻദ റബ്ബിക വൽനകുൻ ബിബാലിക, അങ്ങയുടെ ഖൽബിൽ ഞങ്ങൾക്കൊന്നും ഇടം തരണേ നബിയേ. അങ്ങ് ഞങ്ങളുടെ കാര്യം മഹ്ശറിൽ പറഞ്ഞു കഴിച്ചിലാക്കി തരണേ നബിയേ. സഹീഹുൽ ബുഖാരിയിലുള്ളത്, ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലുള്ളത്. ഇതാണ് മുഅ്മിനീങ്ങളെ ശൈലി, ഇതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ശൈലി. ഈമാനുള്ളവർ ആലോചിക്കണം ഓ സഹോദരങ്ങളെ. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് ഗദ്യമാണ്. അതിന്റെ അതേ ആവർത്തനം ആ കുടുംബത്തിൽ, ആ ചോരയിൽ പിറന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പൊന്നാനിയിൽ മഹാനവർകളുടെ മൗഖൂഫ് മൗലിദിൽ ഉള്ളത് പദ്യമാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ആ വല്ലിപ്പാന്റെ വരികൾക്ക് അക്ഷരം കൊടുത്തപ്പോൾ سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. വ്യത്യാസമൊന്നും പറയാനില്ല. വല്ലിപ്പ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് ഗദ്യമാണ്. പൊന്നാനിയിലെ മഖ്ദൂം തങ്ങൾ പേരക്കുട്ടി എഴുതി വെച്ചത് പദ്യമാണ്. വ്യത്യാസമൊന്നും പറയാനില്ല. റസൂലുള്ളാഹി തങ്ങളോട് സ്നേഹമുള്ളവർ ആ വരികളിൽ സലാമത്ത് കണ്ടെത്തുന്നു, ആ നബി തങ്ങളിൽ അഭയം കണ്ടെത്തുന്നു. അന സയ്യിദ് വൽദി ആദം, ആദം സന്തതികൾക്ക് സങ്കടം പറയാനുള്ള അഭയകേന്ദ്രമാണ് ഞാനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അത് ആ മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിച്ചു തരട്ടെ. അതല്ലേ രക്ഷപ്പെടാനുള്ള വഴി. വേറെ എന്ത് കണ്ടിട്ടാണ് ആരാണ് രക്ഷപ്പെടുന്നത്? ഞാൻ ആ വാക്യങ്ങൾ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനയിൽ ബഹുമാനപ്പെട്ടവരുടെ മജ്ലിസിൽ കണ്ടു. ആ മജ്ലിസ് പാട്ടിന്റെ വേദിയാണ്. സദസ്സിൽ കണ്ട പാട്ടുകാരൻ പരുങ്ങി. ഉമറുണ്ടല്ലോ വന്നിട്ട്, ഭരണാധികാരി, ആള് കടുകട്ടിയല്ലേ, നിയമലംഘകർക്ക് വല്ലാത്ത പേടിയല്ലേ, ഷാഡോ പോലീസ് എപ്പോഴാണ് ചാടി വീഴുക അറിയില്ല. ഉമർ സഡൻ ആക്ഷനല്ലേ,
പെട്ടെന്ന് നടപടിയെടുക്കുന്ന ആളല്ലേ. മൂപ്പരെ ഇവിടെ കാണുന്നുണ്ടല്ലോ. പാട്ടുപാടുന്ന സഹാബി പരിഭ്രമിച്ചുപോയി. ആ സഹാബിക്ക് വേറൊരു സ്ഥലത്ത് പിന്നെ അടുത്ത ദിവസം പരിപാടിയുണ്ട്. ആ പരിപാടി റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ആരാണ് പരിപാടി അവതരിപ്പിക്കുന്നത്? സവാദ് ഇബ്നു ഖാരിബാണ്. സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു മാല പാടുന്നത് കേൾക്കാൻ സഹാബത്ത് കൂടി വന്നു നിൽക്കുകയാണ്. സ്വഹാബിയായ സവാദ് ഇബ്നു ഖാരിബിന്റെ പാട്ട് അഷ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മൗമൂനുൻ അലാ കുല്ലി ഗായിബി وأنك أدنى المرسلين وسيلة إلى الله يا ابن الأكرمين الأطايب كل شفيعا يوم العدو شفاعتي بمغن فتيلا عن سواد بن قاربي. ഓ ഗൈബ് പറയുന്ന നബിയേ, ഒരു ഗൈബ് പറഞ്ഞാലും തെറ്റാത്ത നബിയേ, മുഴുവൻ അമ്പിയാക്കൾക്കും ഉൾപ്പെടെ എല്ലാ ജനങ്ങൾക്കും വസീലയായ നബിയേ, നാളെ ഒരു മുടിനാരിഴ പോലും ഉപകാരം ചെയ്യാൻ വാപ്പക്കും ഉമ്മക്കും സാധിക്കാത്ത സമയത്ത് ഈ പാവപ്പെട്ട സവാദ് ഇബ്നു ഖാരിബിന് അങ്ങ് ശഫാഅത്ത് കൊണ്ട് രക്ഷ നൽകണം നബിയേ. സഹാബത്തിൽപ്പെട്ട സവാദ് ഇബ്നു ഖാരിബ് റസൂലുള്ളാഹി തങ്ങളെ സദസ്സിൽ പാടിയ പാട്ടുകളാണ്. വഫാത്തിന് ശേഷം സവാദ് ആ പാട്ടും പാടി ബുറുദ അവതരിപ്പിക്കുമ്പോ സഹാബത്ത് കണ്ണീര് വീഴ്ത്തുകയാണ്, സഹാബത്ത് നിലവിളിക്കുകയാണ്. റസൂലുള്ള കണ്ണിന് മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നിപ്പോവുകയാണ്. അങ്ങനത്തെ പല സദസ്സുകളും ആ മദീനയിൽ കരച്ചിലും പിഴിച്ചിലും സന്തോഷവുമൊക്കെയായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് സവാദ് പേടിച്ചുപോയി. ഇവർക്കെന്താണ് ഇവിടെ എന്തോ ഉണ്ടാകും. ചോനെ അടുത്ത സദസ്സിലും സവാദ് കാണുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമതൊരു സദസ്സിലും കൂടി മൂപ്പരെ കണ്ടപ്പോ സവാദ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, എനിക്ക് പേടിയാകുന്നു, എനിക്ക് പാടാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്റെ സദസ്സിൽ വരുമ്പോ എനിക്ക് പേടിയാണ്. എന്തോ ഉണ്ടാവും, എന്തോ അന്വേഷിക്കാൻ വന്നതാണ്, എന്തോ മണം പിടിച്ചിട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പൊന്നു സവാദേ, അല്ല, ഞാൻ വന്നത് കേസുണ്ടായിട്ടല്ല, നിനക്കെതിരെ ആരും പരാതി തന്നിട്ടല്ല, ഒരുപാട് പണിയുണ്ട്, നേരം ഉണ്ടായിട്ടുമല്ല. പക്ഷെ അള്ളാന്റെ ഹബീബിനെ പറ്റി എന്റെ സവാദേ നീ പാടുമ്പോ എന്തൊരു ചൊർക്കാണ്, നിന്റെ വരികൾ എന്ത് മധുരമാണ്. നബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ച പാട്ടുകാരനല്ലേ നിങ്ങൾ. ആ മഹാഗാനങ്ങൾ നിന്റെ വായിലൂടെ ഇങ്ങനെ പെയ്തു തീരുമ്പോ സഹാബത്തിന്റെ ആനന്ദവും കണ്ണുനീരും. അതെനിക്കും പറ്റൂലേ സവാദേ, എനിക്കും അങ്ങോട്ട് വന്നൂടെ സവാദേ. നീ എന്നെ നോക്കണ്ട, ഞാൻ വന്നോ വന്നില്ലേ എന്ന് നീ ശ്രദ്ധിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിനെ നീ വർണ്ണിച്ചു പാടുന്ന വരികളുണ്ടല്ലോ, നബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ച വരികളുണ്ടല്ലോ, പാടിക്കോ സവാദേ എന്ന് പറയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്റ്റേജിലും മൂപ്പര് പാടുന്ന 70 വരികൾ ആ വരികളിലുണ്ട്. മൗഖൂസ് മൗലിദിൽ പറഞ്ഞ വരികളുടെ മറ്റൊരു രൂപത്തിലാണ് ഈ വരികൾ. അക്ഷരങ്ങളെ വ്യത്യാസമുള്ളൂ. അഷ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മൗമൂനുൻ അലാ കുല്ലി ഗായിബി. അദൃശ്യം പറയുന്ന നബിയേ, അദൃശ്യം പറഞ്ഞാൽ തെറ്റാത്ത നബിയേ, ഞങ്ങൾക്ക് ഉള്ളു തുറന്ന് വിശ്വസിക്കാവുന്ന നബിയേ, وأنك أدنى المرسلين وسيلة إلى الله يا ابن الأكرمين الأطايب. ഏറ്റവും നല്ല മുതുകുകളിലൂടെ അബ്ദുള്ള നല്ല ആളായിരുന്നു,
അബ്ദുൽ മുത്തലിബ് നല്ല ആളായിരുന്നു, അബ്ദുമനാഫ് നല്ല ആളായിരുന്നു, ഹാഷിം നല്ല ആളായിരുന്നു. വലം യജ്തമിഅ അലാ സിഫാഹിൻ ഖത്ത്, ഒരു വ്യഭിചാരവും സംഭവിച്ചിട്ടില്ല. മിനൽ അർഹാമിൽ സഖിയ്യത്തിൽ ഫാഖിറത്തി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ അർഹാമിൽ സഖിയ്യത്തി ത്വാഹിറ. അങ്ങനെ വന്ന നബിയാണ് യബ്നൽ അക്രമീനൽ അത്വായിബീൻ അബ്നൽ മുർസലീന വസീലതൻ, മുർസലീങ്ങൾക്ക് വസീലയാണ്, അവർക്കും വസീലയാണ്, അവരല്ലാത്തവർക്കും വസീലയാണ്. സവാദ് ഇബ്നു ഖാരിബ് സഹാബിയാണ്. സവാദ് ഇബ്നു ഖാരിബിന്റെ ഗാനം സഹാബത്ത് മുഴുവനും ആസ്വദിക്കുകയാണ്. ശിർക്കിന്റെ ആളുരൂപമല്ല, തൗഹീദിന്റെ തീപ്പന്തമാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മഹാസഹാബി ഈ ഗാനങ്ങൾ കേട്ട് കണ്ണീര് കുടിക്കാൻ വേണ്ടി, കണ്ണീരൊപ്പാൻ വേണ്ടി ഈ ബുർദയുടെ മജ്‌ലിസിൽ വന്നു നിൽക്കുന്നുവെങ്കിലും സുബ്ഹാനല്ലാഹ് നബിതങ്ങളോട് കൈനീട്ടുകയാണ്. കുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുഹ്രിൻ ഫതീലൻ അൻ സവാദിൽ ഖാരിബി. പാവം സവാദ് ഇബ്നു ഖാരിബിന് ഒരു നൂലിഴ, ഒരു മുടിനാരിന്റെ അത്ര കണ്ടുപോലും ഒരാൾക്കും ഉപകാരം ചെയ്യാൻ വാപ്പ വരൂല, ഉമ്മ വരൂല, ഓടി മറഞ്ഞു കളയുന്ന ദിവസമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. എല്ലാവർക്കും എടുക്കാൻ മാത്രം അവനവന്റെ ബേജാറുകള്, അവനവന്റെ വേവലാദികള്. അപ്പോൾ പിന്നെ വേറൊരുത്തന്റെ തലകത്തുന്നതോ മലകത്തുന്നതോ ഒരാളും നോക്കൂല. ബാപ്പ മകനെ കണ്ട് ഓടി മറയുന്നു, മകൻ ബാപ്പയെ കണ്ട് അപരിചിതനായി മാറിക്കളയുന്നു. ഇങ്ങനെ ഒരു ലോകമാണ് പാരത്രിക ലോകമെങ്കിൽ ഒരാളും അരക്കാശിന്റെ ഉപകാരം ചെയ്യാത്ത ദിവസം നബിയേ എന്നെ മുഴുവനായും അങ്ങ് ഏറ്റെടുത്ത് രക്ഷപ്പെടുത്തി തരണേന്ന് അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് 10-15 കൊല്ലം കഴിഞ്ഞിട്ട് സവാദ് ഇബ്നു ഖാരിബ് മദീനത്തെ ഗ്രൗണ്ടിൽ നിന്ന് പാടുമ്പോ, സ്വഹാബത്തിന്റെ കവലകളിൽ വന്ന് പാടുമ്പോ, ആ കവലകളിൽ സ്വലാത്ത് ചൊല്ലിയും കണ്ണീരൊപ്പിയും പാവം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്കെന്തു പറയാനുണ്ട്? ആ വലിയ മഹാൻ തൗഹീദ് ക്ലാസ് എടുക്കാൻ മാത്രം യോഗ്യതയുള്ള ഏതെങ്കിലും ഒരാളെ ലോകത്ത് ഉമ്മ പറ്റിയിട്ടുണ്ടോ? ആലോചിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് വലിയ മഹാനാണ്. അല്ലാഹു ആ മഹാനെ സ്വർഗ്ഗലോകത്ത് മുസഫഹത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാം, മഹാനവർകളുടെ മകൻ ഹമ്മാദിന്റെ മകൻ ഇസ്മാഈൽ എന്ന വലിയ പണ്ഡിതൻ പറയുന്നു, ഞാൻ ഒരിക്കൽ ബഗ്ദാദിൽ വല്യുപ്പയോടൊപ്പം താമസിക്കുന്നു. അപ്പുറത്തൊരു ഒരു ഷിയ വിശ്വാസി താമസിക്കുന്നു. ഷിയാക്കള് സിദ്ദീഖുൽ അക്ബറിനെ ചീത്ത പറയുന്നവരാണ്, ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത പറയുന്നവരാണ്. ഖിലാഫത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് വിഷം കൊടുത്ത ഹഫ്സയും ആയിഷയും, മഅദല്ലാഹ്, സിദ്ദീഖുൽ അക്ബറിന്റെ മകള് ആയിഷ, ഉമറിന്റെ മകള് ഹഫ്സ, ഇവർ രണ്ടും കൂടി വല്ലാതെ കളിച്ചു. പെമ്പിളൈ ഒരുമ. ആ മക്കള് കളിച്ചിട്ട് അവരെ വാപ്പമാരെ അവരോധിച്ചു. ഇതൊക്കെയാണ് മദീനത്തെ കളി. ഇത് പറയുന്ന മൂരാച്ചികളാണ് ഷിയാക്കൾ. അവര് ശൈഖൈനിയെ ചീത്ത പറയും, സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും ചീത്ത പറയും. അവർക്ക് ഭരണത്തിൽ കുറച്ചൊക്കെ സ്വാധീനം. ബഗ്ദാദിലുള്ള കാലം, ഞങ്ങൾ ജീവിക്കുന്ന ബഗ്ദാദിൽ അയൽവശത്തൊരു ഷിയ വിശ്വാസി പറഞ്ഞ തലേ കയറൂല. അയാള് നന്നാകുന്ന യാതൊരു ലക്ഷണവും ഇല്ല. ഒരു ദിവസം ആ മൂരി മൊരടൻ ചെയ്ത പണി കേൾക്കണോ നിങ്ങൾക്ക്? അയാള് 2 കഴുതകളെ വാങ്ങി. ഒരു കഴുതക്ക് അബൂബക്കർ എന്ന് പേരിട്ടു, മറ്റേ കഴുതയ്ക്ക് അയാൾ ഉമർ എന്ന് പേരിട്ടു. എന്തൊരു ദുഷ്ടനാണ് അല്ലാഹ്!
ആ ചങ്ങാതി ഇടക്ക് നീട്ടി വിളിക്കും അബൂബക്കർ. പഠിപ്പിച്ചതാണ്. ഒരു കഴുതങ്ങനെ മൂളും. ഇപ്പുറത്ത് ഉമർ എന്ന് ആ മനുഷ്യൻ വിളിക്കുമ്പോ മറ്റേ കഴുതയും മൂളും. അബൂ ഹനീഫ തങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ട്. വല്യപ്പാക്ക് ഞങ്ങൾക്കും വേദന തന്നെ, എന്തു ചെയ്യാ? സ്വതന്ത്ര രാജ്യം, രാഷ്ട്രീയ രംഗത്ത് അവർക്ക് പിടിപാടും. ഇങ്ങനെയുണ്ടോ മോരാച്ചിത്തരം? എന്തു ചെയ്യും? ബഹുമാനപ്പെട്ട ഇസ്മാഈൽ ഇബ്നു ഹമ്മാദ് ഇബ്നു അബി ഹനീഫ, മഹാനായ ഇമാമുൽ ആസം അബൂ ഹനീഫ തങ്ങളെ പേരക്കുട്ടി ഇസ്മാഈൽ എന്ന് പറയുന്ന മഹാൻ പറയുന്നു, ഒരു ദിവസം അപ്പുറത്തെ വീട്ടില് ഭയങ്കര നിലോളി. പോയി നോക്കാൻ പറഞ്ഞു. വല്ലിപ്പ, ഞാനൊരു കുട്ടിയല്ലേ, എനിക്ക് പോകാലോ. ഞാൻ പോയപ്പോൾ കേട്ട വിവരം, അവിടെ ഒരു കഴുതങ്ങനെ ഹാലളകി നിൽക്കുന്നു. ആളുകൾ പേടിച്ചു മാറി നിൽക്കുന്നു. ഗൃഹനാഥനെ കഴുത ചവിട്ടി കൊന്നിരിക്കും. കഴുത മനുഷ്യനെ കൊല്ലു. അപൂർവ പ്രതിഭാസമാണ്. കുതിര മനുഷ്യനെ കൊന്നിരിക്കും. ഒട്ടകം മനുഷ്യനെ കടിച്ചു കൊടയും. പക്ഷേ കഴുത മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്യപൂർവ സംഭവമാണ്. ഞാൻ ആ വിവരം വെല്ലിപ്പാനോട് വന്നു പറഞ്ഞു. വെല്ലിപ്പാ, അപ്പുറത്തെ ചങ്ങാതി, ഓന് ഷിയാ വിശ്വാസിയാണ്, ആ മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ശൈഖൈനിയെ ചീത്ത പറയുന്ന, സദീഖുൽ അക്ബറിനെയും ഉമർ ഇബ്നുൽ ഖത്താബിനെയും ചീത്ത വിളിക്കുന്ന ആ മനുഷ്യൻ, അയാൾക്കൊരൊറ്റ മുദ്രാവാക്യേ പരിചയമുള്ളൂ, അലിയോര് തലകൊള്ളു സിന്ദാബാദ്. അലി റളിയല്ലാഹു അൻഹുവിനെ വലിയ ആളാക്കുക. എന്തിന്? ഏറ്റവും ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം. ഈ മുദ്രാവാക്യം പരിചയമുള്ള ഷിയാക്കളിൽപ്പെട്ട ഒരുത്തൻ, ആ ആള് അവന്റെ വീട്ടിലാണ് മരണവെപ്രാളവും നിലവിളിയും. ഞാൻ പോയി നോക്കി, വാപ്പാനോട് വല്ലിപ്പനോട് വന്ന് വിവരം പറഞ്ഞു. അയാള് പണി തീർന്നു കേട്ടോ. അബൂ ഹനീഫ ഇമാമ് ചോദിച്ചു, മോനെ നേരോ? കഴുത അയാളെ കൊന്നു. എന്താ സംഭവിച്ചത്? എന്റെ മോൻ ഒന്നുകൂടി പോയോ? അബൂ ഹനീഫ ഇമാമ് പറഞ്ഞു, മോനെ, ആ കൊന്ന കഴുതയെയും കൂടി നീ ശ്രദ്ധിക്കണം. അത് അബൂബക്കറായിരിക്കൂല, അത് ഉമറായിരിക്കും. പേരിന്റെ ഗുണവും കാണും കേട്ടോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് കളിയാക്കാൻ വേണ്ടി ഇട്ടതാണ്, ആക്ഷേപിക്കാൻ വേണ്ടി ഇട്ടതാണ്, തോന്നിവാസമാണ്, മൂരാച്ചിത്തരം അതിര് വിട്ടുപോയതാണ്. അനുഭവിച്ചേ തീരൂ. അവിടെയും കറാമത്ത് തന്നെ കാണണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്തിനിൽ കൂഫി റളിയല്ലാഹു അൻഹു അൽ ഇമാമുൽ അളം, മഹാപണ്ഡിതൻ, പേരക്കുട്ടി ഇസ്മാഈലിനോട് സൂചിപ്പിച്ച പോലെ ഇസ്മാഈൽ പോയി നോക്കുമ്പോ കണ്ടതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഗൃഹനാഥനെ കുത്തിമലർത്തിയിട്ട് കൊന്നിട്ടിരിക്കുന്ന കഴുത അബൂബക്കർ എന്ന് പേരുള്ള കഴുതയല്ല, ഉമർ എന്ന് പേരുള്ള കഴുതയാണ്. കഴുതയ്ക്ക് പോലും കാന്താരി സ്വഭാവം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ആളാണ്. ആ മഹാപുരുഷൻ സവാദ് ഇബ്നു ഖാരിബിന്റെ ബുർദ കേൾക്കാൻ അവിടെയും ഇവിടെയും എന്തോ ഒരു വരികളാണ്. ആ വരികൾ വസീല ചോദിക്കുന്ന വരികളാണ്, തവസ്സുല് ചെയ്യുന്ന വരികളാണ്. ഓ മനുഷ്യന്മാരെ, തോന്നിയാസം പറയരുത്. ഓ മുസ്ലിം പേരുള്ള സഹോദരങ്ങളെ, വൃത്തികേട് ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബിനെ ഉപയോഗിച്ചല്ലാതെ മുഅ്മിനീങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ ആലിമീങ്ങളെ പഠിക്കണം, ഇസ്ലാമിനെ പഠിക്കണം. ദീനെന്താണെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അടുത്തു വന്നിരുന്നൊന്ന് ആലോചിച്ച് സത്യമെന്താണെന്ന് ശരിക്കും ശ്രദ്ധിക്കണം. വാ നിറയെ തോന്നിവാസം പറഞ്ഞ് പാതാള ലോകത്തെ സ്വാഗതം ചെയ്യാൻ മണ്ടത്തരമാരും കാണിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സഹീഹുൽ ബുഖാരി 7000 ഹദീസുകൾ. ആ ഹദീസുകൾ മുഴുവനും 5.5 കോടി അക്ഷരങ്ങളിൽ വ്യാഖ്യാനിച്ച ഹാഫിദുദ് ദുനിയാ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് അവസാനം പേന പിൻവലിക്കുന്നു.
അവസാനം പേന പിൻവലിക്കുന്നേടത്ത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, ലോകത്തെല്ലാരും പറയല് ഹാഫിദുദ് ദുനിയാ, വലിയ മൂല്യര്, അൽ ഹാഫിദ് എന്ന് പറഞ്ഞ ഹാഫിദ് ഉസ്താദ് ഇയാളാണല്ലോ, എല്ലാവരും അംഗീകരിക്കുന്നുവെന്ന് പറയാറുണ്ടല്ലോ. മൂപ്പര ബുഖാരി നോക്കിയിട്ടാണല്ലോ എല്ലാരും ക്ലാസ് എടുക്കല്. പരിശുദ്ധ സഹീഹുൽ ബുഖാരിക്ക് 5.5 കോടി അക്ഷരങ്ങളിൽ വ്യാഖ്യാനം എഴുതി വെച്ച ലോകം കണ്ട മഹാപണ്ഡിതൻ അഹ്മദ് ബിൻ ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പേന പിൻവലിക്കുന്നു. അവസാനത്തെ വരി, ഇലാഹി ഹൽ തഹ്രിഖു യദൻ കാന യക്തുബു അഹാദീസ റസൂലിക. അല്ലാഹ്, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഹദീസുകൾ പഠിച്ച് അത് പരിശോധിച്ച് അതിലെ കല്ലും നെല്ലും പതിരുമൊക്കെ വർദ്ധിരിച്ച് ഖുർആൻ മനസ്സിലാക്കി, ചരിത്രം മനസ്സിലാക്കി, ഇന്നുവരെയുള്ള സംഭവങ്ങളൊക്കെ അപഗ്രഥിച്ച് നിന്റെ ഹബീബിന്റെ വചനങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടിയ എന്റെ ഈ കൈകൾ, ഈ കൈയിനെ നീ നരകത്തിലിടുമോ പടച്ചോനെ? ഈ കൈകളോടൊപ്പം ഈ ശരീരം നരകത്തിൽ പോകേണ്ടി വരുമോ തമ്പുരാനെ? നീ അത് ചെയ്തേക്കും. കാരണം നീ ഫഅാലും ലിമാ യുരീദ്, നീ ഉദ്ദേശിച്ചതൊക്കെ നീ നടപ്പാക്കും. ഏകഛത്രാധിപതിയാണ് നീ, സ്വേച്ഛാധിപതിയാണ് നീ. ലാ യുസ്അലു അമ്മാ യഫഅലു, നീ ചെയ്യുന്നതിനൊന്നും ആരും ഷോക്കോ നോട്ടീസ് തരാറില്ല. ഷോക്കോസ് നോട്ടീസ് തരാൻ ലോകത്തൊരാൾക്ക് കൽപ്പില്ല. നീ ഉദ്ദേശിച്ചതൊക്കെ നീ നടത്തുമല്ലോ അല്ലാഹ്. നീ ആരെ പിടിച്ച് നരകത്തിലിട്ടാലും കേസില്ലല്ലോ റബ്ബേ, ചോദ്യമില്ലല്ലോ റബ്ബേ. എന്നാലും എന്നോട് നീ അങ്ങനെ ചെയ്യരുത്. ബിഹഖി റസൂലിക, ബിഹഖില്ലദീ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ 100 ഗുണഗണങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ തവസ്സുലും ചൊല്ലി കരഞ്ഞുകൊണ്ട് പേന പിൻവലിക്കുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി തൊട്ടു നോക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന് ചിന്തിക്കണം. ആ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരൊറ്റ ഹദീസ് വായിക്കാൻ അവകാശമുണ്ടോ എന്ന് ചിന്തിക്കണം. 5.5 കോടി അക്ഷരങ്ങളിൽ ഇത് മുഴുവനും വ്യാഖ്യാനിച്ച ഹാഫിദുദ് ദുനിയാ പേന പിൻവലിക്കുമ്പോൾ തവസ്സുലാണ്, കണ്ണീരാണ്. നബിതങ്ങളെ വെച്ചുകൊണ്ട് പടച്ചവനോട് കരഞ്ഞു കരഞ്ഞു നിലവിളിക്കുകയാണ്. സഹോദരാ, അവിടെ വേറൊരു രസം, അറബ് ലോകത്തെ സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ആ കിതാബിന്റെ അടിക്കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഹാദാ തവസ്സുലുൻ വത്തവസ്സുലു ബാത്തിലുൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പടച്ചോനെ, ആ കണ്ണ് കാണാത്ത മനുഷ്യന്റെ അത്ഭുതം ചില്ലറ അത്ഭുതമൊന്നും അല്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. തവസ്സുൽ മുസ്ലിം ലോകത്തിന്റെ മുഖമുദ്രയാണ്. സവാദ് ഇബ്നു ഖാരിബ് ചൊല്ലിത്തന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ പതിവായി പങ്കെടുക്കുന്ന മഹാത്മാവാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻജിൽ ഖലായിഖി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുസ്ലിമീങ്ങൾക്കുള്ള അഭയത്തിന്റെ തുരുത്താണ്. ആ മഹാനേതാവിനെ ഞങ്ങൾക്ക് ഖബറിൽ കാണിച്ചു തരണേ തമ്പുരാനെ, മഹ്ശറിൽ കാണിച്ചു തരണേ തമ്പുരാനെ. ആ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം റഹ്മാനേ. മദീനയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ ഖബറു ശരീഫ്, ആ ഖബറു ശരീഫിൽ മുഖം വെച്ചുകൊണ്ട് 80 വയസ്സുള്ളൊരു സ്വഹാബി അവിടെ ഇരിക്കുമ്പോ ടൈറ്റ് ഫിറ്റ് പാൻറ്റൊക്കെ ഉടുത്ത്, പാൻസ് ഉടുത്തിട്ട് അധികാരഭാവത്തിലൊരു പയ്യൻ അവിടെ വന്ന്, ഇവിടെ എന്താ പണി, ഇവിടെ എന്താ പണി എന്ന് ചോദിച്ചു.
അപ്പൊ അവൻ മനുഷ്യൻ പറഞ്ഞു, ഞാന് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാന്ന്, നിങ്ങൾ പോയിക്കോളി. ഇതെന്താ ഹജറുൽ അസ്വദ? എന്താണ് നിങ്ങൾക്ക് ഇവിടെ പണി എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഖബറിൽ മുഖം വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കരയുന്ന ആ സാധു സഹാബി പറഞ്ഞു, ഞാനൊരു പാവം വയസ്സനാണ്, നിങ്ങൾ പൊയ്ക്കോളി. മറ്റേ ആള് പോകുന്നില്ല. അയാൾ ഇയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ അവിടെ പണി? ഇത് ഹജറുൽ അസ്വദാണോ? നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഖബറിൽ മുഖം വെച്ചുകൊണ്ട് ആ മണൽ തരികൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഹുജറത്തു ശരീഫയിൽ ഇരിക്കുന്ന പ്രായമുള്ള സ്വഹാബി എണീച്ചു. പിന്നെ പേര് വിളിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മറുവാൻ, നിങ്ങൾ ഭരണാധികാരിയാണല്ലേ, അതുകൊണ്ട് എന്നോട് സംസാരിക്കുകയാണല്ലേ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്, നീ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി എന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, നീ ആ നബിയെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഒരുപാട് തവണ കുളിപ്പിച്ചിട്ടുണ്ട്, നീ ആ ശരീരം കണ്ടിട്ടുമില്ല, തൊട്ടിട്ടുമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് ക്ലാസ് 25 കൊല്ലം ഞാനത് കേട്ടിട്ടുണ്ട്, നീ കണ്ടിട്ടുമില്ല, അടുത്തു വന്നിട്ടുമില്ല, ഒരക്ഷരം നീ കേട്ടിട്ടുമില്ല. ഇത് ഹജറുൽ അസ്വദ് അല്ലാന്ന് എനിക്കറിയാമടാ. ഈ സ്ഥലത്തല്ലെങ്കിൽ നിന്നോട് ഞാൻ ബാക്കി കൂടി പറഞ്ഞേനെ, പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞു മർവാൻ എന്ന ഭരണാധികാരി വലിയ പത്രാസും അവിടെയും ഇവിടെയും സ്റ്റാറുമൊക്കെയായി വന്നു നിൽക്കുന്ന ഭരണാധികാരിയോട് അന്ന് തട്ടിക്കയറി സംസാരിച്ച സഹാബി ആരാണ്? സയ്യിദുന അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മക്കയിൽ ജനിച്ച മുഹമ്മദ് മുസ്തഫ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ വന്ന നബിയുന മുഹമ്മദ് മുസ്തഫ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ നിന്ന് സ്വർഗം വരെ പറന്നകന്ന സയ്യിദുന മുഹമ്മദ് മുസ്തഫ, മദീനയിൽ വന്ന റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഈ സ്വഹാബിന്റെ വീട്ടിലാ താമസിച്ചത്. പിന്നെ കുറെ നാള് അവിടെയാണ് തങ്ങിയത്. ആ കൈകളാണ് ഭക്ഷണം കൊടുത്തത്, ആ വീട്ടിലാണ് വിശ്രമിച്ചത്. ജീവിതാന്ത്യം വരെ ഒട്ടിപ്പിടിച്ചു നടന്നൊരു ക്ലാസ് പോലും മിസ്സാക്കാത്ത ഖാലിദ് ഇബ്നു സയ്യിദ് എന്ന അബൂ അയ്യൂബിൽ അൻസാരി മഹാനവർകൾ വളരെ വളരെ പ്രായമായി. അദ്ദേഹം ഇപ്പോ റൗളാക്കുള്ളിലാണ്. പലപ്പോഴും മദീനയിലെ ആ മണൽ തരികളെ ചുംബിച്ച് ആ മഹാൻ അവിടെ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോ അതൊരു വികാര ജീവിയുടെ തോന്നിവാസമല്ല. അജ്മഅത്തിൽ ഉമ്മത്തു വൽ അഇമ്മത്തു അലാ അന്നഹാ അഫ്ളലുൽ ബിഖാഅ്, ലോകത്തെ ഏറ്റവും ശറഫുള്ളത് കഅബ ശരീഫിന്റെ കറുത്ത കല്ലുകൾക്കല്ല, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്ത കല്ല് പെരുമാറി പെരുമാറി കറുത്തുപോയി ഹജറുൽ അസ്വദ്, അതിനുമല്ല ഏറ്റവും ശറഫുള്ളത് തുർബത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൂമേനിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മണൽത്തരികളുണ്ടല്ലോ, അതിനോളം ഷറഫ് അർശിനുമില്ല, കുർസിനുമില്ല, അതിനോളം ഷറഫ് ഹജറുൽ അസ്വദിനും കഅബ ശരീഫിനുമില്ല. അജ്മഅത്തിൽ ഉമ്മത്തു വൽ അഇമ്മ, ഇമാമീങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഉമ്മത്ത് അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് ഇമാം നവവി, ഉമ്മത്ത് അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അതു തന്നെയാണ് ഖാലിദ് ഇബ്നു സയ്യിദ് എന്ന അബൂ അയ്യൂബിൽ അൻസാരി തങ്ങളെ ഈമാൻ. എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മർവാനെ, റസൂലുള്ളാഹിനെ നീ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, ഞാൻ ഊണ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, എത്രയോ ഹദീസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നീ കണ്ടിട്ടുമില്ല, നീ ഒന്നും പഠിച്ചിട്ടുമില്ല.
എന്ന് പറഞ്ഞപ്പോ മറുവാൻ ഒരു വാക്ക് മറുപടി പറയാനില്ല. ആ മറുവാന് നിന്ദ്യനായി അവിടെ നിന്നിറങ്ങിപ്പോകുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി തങ്ങൾ പറഞ്ഞു, ഒന്നുകൂടി കേട്ടിട്ട് പോയിക്കോ മറുവാനേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖുബാലിൽ ഇസ്ലാമി ഇദാ വലിയഹു അഹ്ലുഹു വവൈലുൽ ലിൽ ഇസ്ലാം ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി ഖാല ഹബീബുനാ റസൂലുള്ളാഹി. പണ്ഡിതരും യോഗ്യരും കൊള്ളാവുന്നവരും നല്ലവരുമാണ് കൈകാര്യകർത്താക്കളെങ്കിൽ അന്ന് ഇസ്ലാമിന്റെ സുവർണദശയാണ്. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിള്ളേരും കൊള്ളരുതാത്തവരും നേരം വെളുക്കാത്തവരും ഖുർആൻ അറിയാത്തവരും ഹദീസ് തിരിയാത്തവരും അങ്ങനെ കഥകെട്ട അന്തംഗമ്മികളാണ് എതിർരംഗത്ത് വരുന്നതെങ്കിൽ അന്ന് ഇസ്ലാമിന്റെ കഷ്ടകാലമാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ഓർത്ത് സഹിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ? ഖാലിദ് ബിൻ സയ്യിദ് എന്ന അബൂ അയ്യൂബിൽ അൻസാരി തങ്ങൾ